ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഈ ഒരു കറിയാട്ടം ഉണ്ടാക്കാൻ പോണത്. ഇത് ആക്ച്വലി ഒരു കറിയല്ല, ഒരു പുഴുക്കാണ്. പെരട്ട് കൂട്ടാന്നാട്ടോ അതിന് പറയുക. പപ്പായും ചേമ്പും പൂളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി പുഴുക്ക്. സോ ഫസ്റ്റ് നമ്മൾ പപ്പായും ചേമ്പും പൂളും ഒന്ന് നന്നായിട്ട് വേവിക്കണം. പൂള ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ബോയിൽ ചെയ്ത പൂള യൂസ് ചെയ്യാം കേട്ടോ. കാരണം നാച്ചുറലി ഈ പൂളയിൽ ഒരു ടോക്സിസിറ്റി ഉണ്ട്. സോ അത് ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ടോക്സിസിറ്റി ആ വെള്ളത്തിൽ കൂടെ പോയിക്കോളും. ഒരു സേഫ് സൈഡ് എന്നുള്ള പോലെ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണത് നല്ലതാട്ടോ. ഇഫ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. സോ മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്യാം. ഇത്ര വെള്ളമൊക്കെ മതി കേട്ടോ. വെള്ളം ഓവറായാലും പിന്നെ ഒരു കറി പോലെ ആയിപ്പോൾ. ഒരു വിസിൽ വന്നിട്ട് 10 മിനിറ്റ്സ് സിം ചെയ്ത് വെച്ചാൽ ഇത് നന്നായിട്ട് കുക്കാവും. ഇതൊരു തേങ്ങ അരച്ചുണ്ടാക്കുന്ന പുഴുക്കാട്ടോ. സോ ഇത് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ അരച്ച് വരാം. സോ തേങ്ങ, പച്ചമുളക്, ചീനാമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, നല്ല ജീരകം, നമ്മളെ ചെറിയ ജീരകം കേട്ടോ. ഈ ജീരകത്തിൻ്റെ കുത്തുന്ന ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അതിടണ്ട കേട്ടോ. ദെൻ ഞാനിത് അരക്കുമ്പോൾ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഓപ്ഷണലാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൈരും ജീരകവും ഒഴിവാക്കുക, അല്ലെങ്കിൽ രണ്ടും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തൈരിടുക, അല്ലെങ്കിൽ ജീരകം ഇടുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യുക കേട്ടോ. പക്ഷേ ഈ ജീരകവും തൈരും കൂടി ചേർക്കുമ്പോൾ ഒരു മോരുകറിൻ്റെ ഒരു ടച്ചും ദെൻ ചേമ്പിൻ്റെ ഒരു ഫ്ലേവറും കൂടിയാണ് കൂടുതൽ വരിക. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മെയിൻലി ചേമ്പിൻ്റെതും പൂളൻ്റെയും പപ്പായൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് വരിക. സോ ഈ പുഴുക്കിൻ്റെ ഫ്ലേവർ കുറച്ച് ഫ്ലെക്സിബിൾ ആട്ടോ. നമുക്ക് 2 ടൈപ്പ് ഉണ്ടാക്കാം. സോ നമ്മുടെ ചേമ്പും പൂളിയും പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടക്കാം. ഫുള്ളി മാഷ് ചെയ്യണ്ട, ഇടയ്ക്കൊക്കെ ഒരു പീസ് രസമാണ്. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ അരച്ച് വെച്ച ആ അരപ്പത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സായി വരുന്നത് കാണാൻ നല്ല രസമാട്ടോ. ഈ പുഴുക്ക് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല മീൻ കറീൻ്റെ കൂടെയോ ബീഫ് കറീൻ്റെ കൂടെയോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ദെൻ ചോറിൻ്റെ കൂടിയും ഒരു പുഴുക്കായിട്ട് സൈഡിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഇത് തേങ്ങ ഒക്കെ ഇട്ട് വരുമ്പോൾ ഉള്ള കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ആ ചേമ്പ് ഉള്ളതുകൊണ്ടാണ് അതിനൊരു സ്ലൈമിനെസ് ഉള്ളത്. പക്ഷേ പപ്പായും പൂളിയും അത് ജസ്റ്റ് ഒന്ന് ബാലൻസ്ഡ് ആക്കും. ഈ പണ്ട് കാലത്ത് എല്ലാവരും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇത്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ന്യൂ സാധനം പോലെ തോന്നുന്നുണ്ടാവും. ദെൻ അറ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. ഈ തൈരും നല്ല ജീരകം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആസിറ്റീസ് അങ്ങനെ തന്നെ കഴിക്കുക. ബട്ട് ഈ കടുക് കൂടി പൊട്ടിച്ചാൽ നമ്മുടെ പുഴുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർഫുള്ളാവും. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പെരട്ട് കൂട്ടാൻ റെഡി. ഞാൻ പുഴുക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേര് മറന്നുപോയി. പെരട്ട് കൂട്ടാൻ നാട്ടോ ഇതിൻ്റെ പേര്. സോ ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.